പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാരമൽ പോപ്കോണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള കാരമൽ പോപ്കോൺ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പോപ്കോൺ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പോപ്കോണിൻ്റെ സീഡ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് ലിഡ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ സീഡൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പോപ്കോണെല്ലാം തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാം നമുക്ക് റെഡിയായി കിട്ടും. ഇപ്പോൾ പോപ്കോൺ എല്ലാം തന്നെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ പാത്രം അടുപ്പിൽ നിന്നെടുത്ത് മാറ്റാം. ഇനി നമുക്ക് കാരമലൈസ് ചെയ്യാനായിട്ട് വേറൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് സൈഡിൽ നിന്ന് നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ ഉരുകി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അതേ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാ പഞ്ചസാരയും ഉരുകി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. നമുക്ക് ബട്ടറും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരണം. ബട്ടറെല്ലാം നല്ലതുപോലെ മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി എടുത്തു വച്ചിരിക്കുന്ന പോപ്കോൺ എല്ലാം ഇതിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കണം. അപ്പോൾ നമുക്കിതിനി വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിൻ്റെ അടിയിൽ കുറച്ചും കൂടെ കാരമലൊക്കെ കിടപ്പുണ്ടാവും. അപ്പോൾ ബാക്കിയിരിക്കുന്ന പോപ്കോണും അതിലിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തണുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് വിടിയിച്ചിട്ട് കൊടുക്കണം. പോപ്കോൺ എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ എല്ലാ പോപ്കോണിലേക്കും നല്ലതുപോലെ കാരമൽ ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് പോപ്കോൺ എടുത്തിട്ട് ആ ഒരു രീതിയിൽ കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ മട്ടിച്ചു പോകും. അപ്പോൾ എല്ലാ പോപ്കോണിലും കുറേശ്ശെയായിട്ട് കാരമൽ ഉണ്ടെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം നല്ലതുപോലെ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു മട്ടിപ്പായി പോവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ളതും ക്രിസ്പി ആയിട്ടുള്ളതും ചെയ്യാനായി പറ്റിയ ഒരു പോപ്കോണിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.